പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. അനന്തരം ജെറുസലേമിൽ നിന്നും ഫരീസേരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, യേശയ്യാ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവീൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 1-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനം ഇപ്രകാരമാണ്. ഒന്നാമത്, ദൈവകൽപ്പന അനുസരിക്കുക എന്നതാണ്. നമുക്കറിയാം, 10 കൽപ്പനകളിൽ ഒന്നുപോലും അനുസരിക്കാത്ത പലരും ആണ് നാം ഓരോരുത്തരും. എന്നാൽ നോമ്പുകാലത്തെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി. അടുത്തത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അതേപോലെ അവരെ അധിക്ഷേപിക്കുന്നവർ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് മാതാപിതാക്കൾ തെരുവിൽ അലഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. മക്കളുണ്ടായിട്ടും അനാഥാലയങ്ങളിൽ ഏൽപ്പിച്ചു പോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകൾ മാറ്റി മാതാപിതാക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനാണ് ദൈവം നമ്മെ ഈ നോമ്പുകാലത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നവർ തീർച്ചയായും ഈശോയെ ചേർത്ത് പിടിച്ചിരിക്കും. പ്രധാനമായും ഒന്നുകൂടി പറയാനുണ്ട്, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്നും വരുന്നത് ആണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രം, ഇഷ്ടഭക്ഷണം വർജിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒന്നുപോലും പറയാതെ ഇരിക്കട്ടെ. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും ദൈവമായ മിശിഹ നമുക്ക് വേണ്ടി ഉപവസിക്കുകയും തടസ്സങ്ങൾ കൂടാതെ പ്രയാണം ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് മാർഗം ഉപദേശിച്ചിരിക്കുകയും ചെയ്തു. സകല സൃഷ്ടികളെ അവനെ മഹത്വപ്പെടുത്തുവിൻ. വിശേഷ്യ അവന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും പുകഴ്ത്തി ശ്രേഷ്ഠതപ്പെടുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത പ്രകാരം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നമുക്ക് നോമ്പാചരിക്കാം. തങ്ങളുടെ അവനെ കോപിപ്പിച്ച യൂതജനത്തെ പോലെ നാം നോമ്പാചരിക്കരുത്. സകല സൃഷ്ടികളെ അവനെ മഹത്വപ്പെടുത്തുവിൻ. വിശേഷ്യ അവന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. നോമ്പ് ശ്രേഷ്ഠവും പ്രാർത്ഥന നല്ലതുമാകുന്നു. ശ്ലീഹ എഴുതിയിരിക്കുന്നത് പോലെ സ്നേഹം അവയേക്കാൾ വിശേഷപ്പെട്ടതാകുന്നു. ആകയാൽ എൻ്റെ വത്സലരെ, നാം നമ്മുടെ കൂട്ടുകാരോട് രമ്യപ്പെടുവാൻ സന്നദ്ധരാവുകയും ഉത്തമനായ നാഥനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ അവന്റെ പരിശുദ്ധ തിരുനാമം എന്നേക്കും വിശേഷവിധമായി പുകഴ്ത്തി ശ്രേഷ്ഠമാക്കുവാൻ നമുക്കവൻ കൃപ നൽകിയിരിക്കുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമീൻ.